തിരുവനന്തപുരം ചേങ്കോട്ടുകോണത്ത് യുവാവ് പെട്രോൾ ഒഴിച്ച് കത്തിച്ച സംഭവത്തിൽ സ്ത്രീ മരിച്ചു. ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ചേങ്കോട്ടുകോണം സ്വദേശി സരിതയാണ് മരിച്ചത്. ഇന്നലെ രാത്രി 8:30 സംഭവം. ചെല്ലമംഗലം സ്വദേശി ബിനു സരിതയുടെ വീട്ടിലെത്തി പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തുകയായിരുന്നു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുന്ന ബിനുവിൻ്റെ നിലയും ഗുരുതരമാണ്. വിവരങ്ങളുമായി MK വിനോദ് ചേരുന്നുണ്ട്. വിനോദ്, ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് എന്തെങ്കിലും തരത്തിലുള്ള വിശദീകരണങ്ങൾ നൽകുന്നുണ്ടോ? ഈ ബിനുവിൻ്റെ ആരോഗ്യനില ഇപ്പോൾ എങ്ങനെയാണ്? ഇദ്ദേഹത്തിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള വിവരങ്ങൾ ശേഖരിക്കാൻ പോലീസിന് കഴിഞ്ഞിട്ടുണ്ടോ? രാജീവ്, പോലീസ് നൽകുന്ന വിവരം ഇവർ തമ്മിൽ പരിചയമുള്ളവരാണ്. പരിചയം എങ്ങനെയെന്ന് ചോദിച്ചാൽ ഈ ബിനുവിന്റെ മകൻ പഠിക്കുന്ന സ്കൂളിലെ ജീവനക്കാരിയാണ് സരിത. അപ്പോൾ ഇവർ തമ്മിൽ ഏതെങ്കിലും തരത്തിലുള്ള വൈരാഗ്യമോ അല്ലെങ്കിൽ ഇവർ തമ്മിൽ എന്തെങ്കിലും പരിചയമോ അതിനുശേഷമുള്ള വിരോധമോ വല്ലതും ഉണ്ടായിരുന്നോ എന്നുള്ള കാര്യം പോലീസ് വിശദമായി അന്വേഷിക്കുകയാണ്. എന്തായാലും ഇവർ ഈ ബിനുവിന്റെ മകൻ പഠിക്കുന്ന സ്കൂളിലെ ജീവനക്കാരിയാണ് എന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇന്നലെ രാത്രി 8:30 സരിത താമസിക്കുന്ന ചെങ്കോട്ടുകോണത്തെ വീട്ടിലെത്തി പെട്രോൾ ഒഴിച്ച് തീ കൊളുത്താൻ ശ്രമിച്ചത്. ചികിത്സയിലിരിക്കെ ഈ സംഭവം നടക്കുമ്പോൾ തന്നെ, തീ കൊളുത്തുമ്പോൾ തന്നെ ബിനുവിന്റെ ദേഹത്തും തീ പടർന്നിരുന്നു. അങ്ങനെ രണ്ടുപേരും ഗുരുതരമായി പൊള്ളലേറ്റ പരിക്കേറ്റ നിലയിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലായിരുന്നു. അങ്ങനെ ചികിത്സയിലിരിക്കെയാണ് സരിത ഇന്ന് പുലർച്ചെ മരിക്കുന്നത്. 46 വയസ്സാണ് സരിതയ്ക്ക് ഉള്ളത്. ബിനുവും ഗുരുതരമായ നിലയിൽ തുടരുകയാണ്. ഇവരുടെ മൊഴിയെടുത്താൽ മാത്രമേ എന്താണ് ഇതിന് തക്ക വൈരാഗ്യമോ അല്ലെങ്കിൽ ഈ ഒരു കൃത്യത്തിലേക്ക് പ്രേരിപ്പിച്ച ഘടകം എന്താണ് എന്നുള്ളത് ഒരു മൊഴിയെടുത്താൽ മാത്രമേ സാധിക്കുകയുള്ളൂ. പക്ഷെ അതിനുള്ള സാഹചര്യം ഇപ്പോൾ ഉണ്ടായിട്ടില്ല. ഗുരുതരമായി പൊള്ളലേറ്റ തീവ്രപരിചരണ വിഭാഗത്തിലാണ് ബിനു. സരിതയിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ പോലീസിന് ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് ഇതിന്റെ വ്യക്തമായ കാരണങ്ങൾ പോലീസ് അന്വേഷിച്ചു വരുന്നതേ ഉള്ളൂ. എന്തായാലും സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ തലസ്ഥാന ജില്ലയിൽ വർദ്ധിച്ചു വരുന്നതിന്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇതോടൊപ്പം തന്നെ മറ്റൊരു കേസും പ്രാവച്ചമ്പലത്തുണ്ടായിട്ടുണ്ട്. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യമാണ് സംസ്ഥാനത്തുള്ളത് എന്നതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. രാജീവ്, വിനോദ്, ഇവരുടെ ബന്ധുക്കളിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള വിവരങ്ങൾ നമുക്ക് ശേഖരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? കാരണം ഇത്രയും ദാരുണമായൊരു സംഭവം ഉണ്ടാകുന്നു, അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തുന്നു, അത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഇവരുടെ ബന്ധുക്കളിൽ നിന്നോ മറ്റോ എന്തെങ്കിലും തരത്തിലുള്ള വിവരങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ടോ? ഇവർ തമ്മിൽ പരിചയമുണ്ട് എന്ന് നേരത്തെ വിനോദ് തന്നെ സൂചിപ്പിച്ചിരുന്നു. പോലീസിനും അത്തരത്തിലുള്ള വിവരങ്ങൾ ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത്തരമൊരു ദാരുണമായ സംഭവത്തിലേക്ക് ഇതെങ്ങനെയാണ് എത്തിയത്? അതാണ് നമുക്ക് അറിയേണ്ടത്. രാജീവ്, ഇത്തരം വൈരാഗ്യ ബുദ്ധിയോടുകൂടി ബിനു പ്രവർത്തിക്കാനുണ്ടായ കാരണം എന്താണ് എന്നതിനെ സംബന്ധിച്ച് ബന്ധുക്കൾക്ക് കൃത്യമായ വിവരങ്ങളൊന്നും തന്നെ ഇല്ല. കൂടുതൽ വിവരങ്ങൾ ആരായുന്നതേ ഉള്ളൂ. പോലീസും ഇത്തരം കാര്യങ്ങൾ വീട്ടുകാരോടും ഒക്കെ തന്നെ അന്വേഷിച്ചു വരികയാണ്. ഇത്രയും വലിയ ഒരു ക്രൂരകൃത്യത്തിലേക്ക് ബിനുവിനെ പ്രേരിപ്പിച്ച അതിന്റെ ഘടകം എന്താണ്, ഇവർ തമ്മിലുള്ള വൈരാഗ്യത്തിന്റെ കാരണം എന്താണ് തുടങ്ങിയത് എല്ലാം സ്കൂളുമായും ബന്ധപ്പെടണമെന്നാണ് പോലീസ് പറയുന്നത്. സ്കൂളിൽ ഇദ്ദേഹം ചെല്ലാറുണ്ടായിരുന്നോ? ഈ ജീവനക്കാരിയും അല്ലെങ്കിൽ ഈ ബിനുവിന്റെ കുട്ടിയും തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം വിശദമായി സ്കൂളിൽ നിന്നും വിശദ വിവരങ്ങൾ തേടേണ്ടതുണ്ട് എന്നാണ് പോലീസ് പറയുന്നത്. എന്തായാലും വളരെ ദാരുണമായ സംഭവമാണ്. പോലീസ് കൃത്യമായ അന്വേഷണം നടത്തുന്നുണ്ട്. ഇതിലേക്ക് പ്രേരിപ്പിച്ച കാരണം എന്ത് എന്നുള്ളത് ഇപ്പോഴും നമുക്ക് വ്യക്തമായിട്ടില്ല. രാജീവ്, ഏതായാലും തലസ്ഥാനത്ത് ഇത്തരം ദാരുണമായ സംഭവങ്ങൾ ഇങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ചേങ്കോട്ടുകോണത്താണ് ഇപ്പോൾ ഇത്തരമൊരു സംഭവം ഉണ്ടായിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിശദാംശങ്ങൾ ലഭിക്കണമെങ്കിൽ ബിനുവിൻ്റെ മൊഴിയെടുക്കണം. ഇയാളും ഗുരുതരമായി പരിക്കേറ്റ് ഇപ്പോൾ ചികിത്സയിലാണ്. വിനോദാണ് വിശദാംശങ്ങൾ നൽകിയത്.